നമ്മളെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴേ നമ്മള് രമേശ് അറമുഖത്തിന്റെ ലൈൻ ബേഡൊക്കെ നമ്മളെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോ നമ്മള് പഴയ ഒരു ആശ ഉണ്ട് കൊച്ചിക്കാരനായിട്ടുള്ള ആ സുഹൃത്ത് നമ്മളെ മെസ്സേജ് ചെയ്തിരുന്നു വാട്സപ്പിൽ. അത് ഇന്ന ആരോ പറ്റിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളതിന്റെ ബേഡും കാര്യങ്ങളൊക്കെ ആൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് ബോധ്യമായി. അപ്പൊ അത് ആളെ വോയിസ് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്കൊരു നാളെ സന്തോഷം തോന്നുന്നു, നല്ലൊരു സന്തോഷം തോന്നുന്നു. അത് അപ്പൊ ആ ഒരു വോയിസ് ഒക്കെ നിങ്ങളെ കേൾപ്പിക്കാന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഷോട്ട് ചെയ്യണത്. അവസാനം ആദ്യം സമ്മതിക്കും ചെയ്ത് നമ്മളെ ലൈൻ ബേഡുകൾ ഉണ്ട് എന്നുള്ളത് സമ്മതിക്കുകയും ചെയ്ത്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി. പൊന്നെ എന്നിട്ട് നീ തള്ളി പറിക്കണേ അല്ലടാ. എനിക്ക് വേണ്ട പൊന്നെ, നീ രമേശ് അറുമുഖത്തിന്റെ പേരും മറ്റേ എന്താണ് സെൽവരാജിന്റെ പേരും ഒക്കെ പറയണ കേട്ടിട്ട് ഒരു മെസ്സേജ് അയച്ചു ഞാൻ വീഡിയോ കണ്ടിട്ട്. അതെല്ലൊക്കെ പ്രാവിനെ നീ കണ്ടിട്ടുണ്ടാ? അതൊന്നല്ല, നിന്നെ ആരോ പറ്റിച്ചതാണ് ഇതൊക്കെ. ഇയാളുടെ പ്രാവാണ്. അള്ളു കേട്ടിട്ട് എനിക്ക് എന്നെ ചിരി വന്നിട്ട് ഞാൻ ചോദിച്ചതാണ് രണ്ടു കുഞ്ഞിനെ തരുമെന്ന്. ഇതൊക്കെ ഇതയാളുടെ പ്രാവ് നിന്റെ കയ്യിലുണ്ടെന്നുള്ളതിന്റെ തെളിവ് എന്താണ്? അത് കാണിക്കും, അതല്ലേ കാണിക്കേണ്ടത്. കൂട്ടി നടക്കണ വീഡിയോ കണ്ടിട്ട് അസുഖം നടക്കില്ല. ഞാൻ കണ്ടോ ഇപ്പൊ അവരുടെ അതുകൂടി കണ്ടിട്ട് പോയിക്കോ. കൂട്ടിൽ കിടക്കണ എന്റെ ഫീമെയിലിനായിട്ട് was easy to use.